ഹലോ ഗൈസ്, ഇന്നും നമുക്ക് നല്ല സന്തോഷം തരുന്ന ദിവസമായിരുന്നു. കാരണം നമ്മുടെ ചെമ്മിച്ചേട്ടന്റെ വാപ്പായും ഉമ്മയും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിലിരുന്ന് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അണ്ണന്റെ ഉമ്മ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അണ്ണന്റെ വാപ്പ നമ്മുടെ മുകളിലേക്ക് മാങ്ങ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ മാമ ഭയങ്കര കർഷകനായിട്ടുള്ള മാമ പണ്ട് ഗൾഫിൽ ഗാർഡന്റെ പണി ആയതുകൊണ്ട് തന്നെ ഈ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് മാമക്ക്. അങ്ങനെ മാമ മുകളിൽ നമ്മുടെ മാവിന്റെ മരമൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു കുറച്ചും കൂടെ മാങ്ങ വിളയാവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാമൻ മാവിന്റെ ഒരു ബഡൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്റെ മുസാവര് വീട്ടിൽ അവിടെ വെക്കാനാണ് കൊണ്ടുപോയത്. മാവിന്റെ ടെറസിലെ ഫാമിങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മൂസ് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാട്ടാക്കട മാമന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മാമനും വീടും പരിസരവും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും മാമനും ഒരുപാട് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ മാവ് ഒരുപാട് മൂന്നാമത്തെ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ടെറസിലോ ചാഞ്ഞ് കിടപ്പുണ്ട്. അതായത് മൂന്നാമത്തെ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് മാങ്ങകൾ ആയിട്ടുണ്ട് നമ്മുടെ മാവിൽ. അപ്പോൾ നമ്മളെ കാട്ടാക്കട മാമൻ പറഞ്ഞു ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യണം. ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വിളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മാങ്ങ. നമ്മുടെ മൂന്നാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മലക്കോണ ഏരിയ ഫുള്ള് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പോളി കാർബൺ ഷീറ്റ്. പിള്ളേര് ഷട്ടിൽ കളിച്ച സമയത്ത് ഒരു കോക്ക് നമ്മുടെ ഷീറ്റിൽ വീണ് കിടക്കും. അങ്ങനെ മാമൻ പറയുന്നുണ്ടായിരുന്നു ഒരു മഴ പെയ്യുമ്പോൾ അത് താഴെ വന്ന് കിടക്കും, അല്ലാതെ കമ്പൊന്നിട്ട് എടുക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീടും പരിസരങ്ങളെല്ലാം കണ്ട് മാമ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് മാമന്റെ വീട്. മാമന്റെ കൂടെ തന്നെ നമ്മുടെ റമലമാമിയും അത്തുമാമനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. നമ്മൾ ഫോട്ടോ എടുത്തു. ഒരുപാട് നാളെ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയി തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സില്ല സർ. ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരെ ഹെൽപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.